ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ആമിൻസ് കിച്ചൺ. ഇന്ന് ചെറിയൊരു വ്ളോഗും അതിൻ്റെ ഒപ്പം ബ്രെഡ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയുണ്ട്. ഞങ്ങൾ റൂമിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിലേക്ക് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തണ്ണിമത്തൻ അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഇത് മിൽക്ക്, യോഗട്ട്, ക്രീം അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ച സെക്ഷനാണ്. യെല്ലോ കളറിൽ കാണുന്നത് അൽ മെഹബാജ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ്സ് ആണ്. അവർ അടിപൊളിയായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് അവിടെയുള്ളൊരു ഡേറ്റ്സിൻ്റെ സെക്ഷനാണ്. എല്ലാ വെറൈറ്റി ഡേറ്റ്സും ഇവിടെ ഉണ്ട്. നല്ല ഓഫർ പ്രൈസുമാണ് അവർ ഇട്ടിട്ടുള്ളത്. ഇതിപ്പോൾ അവിടുത്തെ അറബിക് സ്വീറ്റ്സിൻ്റെ സെക്ഷനാണ്. ബസ്ബൂസ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് പേരൊന്നും അറിയില്ല എന്തൊക്കെയാണുള്ളത്, പക്ഷേ ഒരുപാട് അറബിക് സ്വീറ്റ്സ് ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട് അവർ. ഇത് ബെറീസിൻ്റെ സെക്ഷനാണ്. ഇവിടെ പ്രത്യേകിച്ചൊരു ഐറ്റം ഉള്ളത് നമ്മുടെ കള്ളിച്ചെടിയിൽ ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് മക്കളുടെയൊക്കെ ഫേവറേറ്റ് സെക്ഷനായിരിക്കും. ചോക്ലേറ്റ് സെക്ഷനാണ്. ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സും എല്ലാം ഉണ്ട് ഇവിടെ. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡാണ്. നമുക്ക് എത്ര സ്ലൈസ് വേണമെങ്കിലും എടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ബ്രെഡ് എടുക്കേണ്ടത്. ഞാനൊരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് നമുക്കിനി ചെറിയ ക്യൂബ് പീസസ് ആക്കി മാറ്റണം. ഒരു പാനിലിട്ട് കട്ട് ചെയ്ത് ബ്രെഡെല്ലാം നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണം.
മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ബ്രെഡ് ആവുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ പെട്ടെന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ക്രിസ്പിയായി വരുന്നത് വരെ ടോസ്റ്റ് ചെയ്താൽ മതി. ഏകദേശം ഒന്ന് ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈഡായി, ഇനി അടുത്ത സൈഡ് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ബ്രെഡ് ക്യൂബ്സ് ഒക്കെ നല്ല ക്രിസ്പിയായി ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് ഷുഗർ കോട്ടിംഗ് റെഡിയാക്കാം. ഇതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ വെള്ളവും ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം തീ എപ്പോഴും വെക്കാൻ. ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പൂണ് ചട്ടകം ഒന്നും യൂസ് ചെയ്യണ്ട, ജസ്റ്റ് ആ പാൻ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പാനിലിട്ട ഷുഗർ നന്നായി മെൽറ്റായി വന്നതിന് ശേഷം തീയ് ലോ ഫ്ലെയിമിലേക്ക് ഇടണം. ഷുഗർ കംപ്ലീറ്റ്ലി മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ സിറപ്പിൻ്റെ കളർ ചേഞ്ചായി വരുന്നുണ്ടാവും. ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടർ മെൽറ്റായതിന് ശേഷം നമുക്ക് ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് പീസസ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് പീസസ് ഇട്ട ശേഷം നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കാം. ഈ ബ്രെഡെല്ലാം ആ ഷുഗർ കോട്ടിങ്ങിലൊന്ന് മിക്സായി വരണം. ഷുഗർ കോട്ടിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ചൂടോട് കൂടി തന്നെ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഒരു ക്ലീൻ ആയിട്ടുള്ള പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം ഒട്ടിപ്പോയ ഈ ക്യൂബ്സ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഡ്രൈ ആയി വരുമ്പോൾ നല്ല ഷൈനിങ് ഉണ്ടാവും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ഡ്രൈ ആയി ഒരു ക്യാൻഡി ടൈപ്പ് ആയിട്ടുണ്ടാവും. നല്ല ക്രിസ്പിനെസ് ആണ്.